ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം നന്നായിട്ട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടേ. ഇന്ന് രാവിലെ ഇവിടെ നല്ല മഴയാണ്, കണ്ടോ? മഴയും നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ് പുറത്തെ. ഇപ്പോൾ ഒരു 8:30 ആയപ്പോഴാണ് ഈ ഒരു മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഫോണിൽ വെതർ നോക്കിയപ്പോഴേക്കും ഫുള്ള് മഴ തന്നെയാണ് ഇന്ന്. ഇനി ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പത്തിന് അരയ്ക്കാൻ പോവുകയാണേ. നാളെ ഞാൻ അപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പം നോമ്പ് തുറക്കാനായിട്ട് വൈകുന്നേരത്തേക്ക് ഞാൻ ഈ ഒരു മീനാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതിപ്പം ഞാൻ ഈ ചിതമ്പലൊക്കെ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കളയണം. അപ്പം നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാവേ. ഞാനിപ്പോൾ ഈ ഒരു ജാറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് ഇത്രയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് നാരങ്ങാനീരും ഒലിവ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല ഇതിൻ്റെ അകത്ത് തേച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഈ ഒരു ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എങ്കിൽ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്കിതെടുത്ത് ഓവനിലോട്ട് എടുത്ത് വെക്കാം. ഫിഷ് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഒരു ഫിഷ് തിരിച്ചിട്ട് കൊടുത്തായിരുന്നേ. ഇനി അടുത്ത വശം കൂടി റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ആ ഒരു ഫിഷിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 1 മണി ആയിട്ടുള്ളത്. ഞാൻ വൈകുന്നേരത്തേക്ക് നോമ്പ് തുറന്ന് കഴിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു 2:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുവാണ്. ഈ ഒരു വെജിറ്റബിൾ റൈസിന്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുവേ. ആ ഒരു റൈസ് ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു മസാല ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ദമ്മ് ചെയ്തെടുക്കാവേ. ഇനി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഞാൻ വീണ്ടും റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാവേ. ഇപ്പൊ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയിട്ട് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകാവേ. ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ പോർഷെ മ്യൂസിയവും. ഇതാണ് ഇവിടുത്തെ പോർഷെ മ്യൂസിയം. ഇപ്പൊ ഞങ്ങൾ വേറെ ബസ് മാറിപ്പോയേ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ബസ് പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയേ. ഞങ്ങളുടെ ഫ്രണ്ടിനെ ഞങ്ങൾ കണ്ടു. അപ്പം ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോ എടുത്തില്ലേ, ആ ഒരു ഷോപ്പിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ്. ഇതിന്റെ പേര് കൊല്ലെ സൂ എന്നാണേ.
നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ മീനുകൾക്ക്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇതിന് നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ പറ്റുമേ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കോയിൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫുഡ് എടുത്ത് ഇതിന് ഫീഡ് ചെയ്യാവേ. ഈ കാണുന്നത് ഡോഗിനും ക്യാറ്റിനും ഒക്കെ യൂസ് ചെയ്യുന്ന ബെഡാണ്. ഹലോ റിതിക്കുട്ടി. ഈ ഒരു സെക്ഷനിൽ വെച്ചേക്കുന്നത് ഡോഗിന് കൊടുക്കുന്ന ഫുഡുകളൊക്കെയാണ്. ഇതിന്റെയൊക്കെ വലിപ്പം നോക്കിക്കേ. ഇതിനൊക്കെ 2 യൂറോയൊക്കെ വരുന്നുള്ളൂ കേട്ടോ, 2-3 യൂറോ ഒക്കെയാണ്. ഇപ്പൊ ഇവിടെ കുറെ ഫിഷുകളും ഉണ്ട് കേട്ടോ. ഈ ഒരു ഫിഷിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഈ ഒരു മീനിനൊക്കെ 30 യൂറോയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഡോഗിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് ആണ്. ഇതിനൊക്കെ 13 യൂറോ ഒക്കെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ സ്നാക്സ് വാങ്ങിക്കുന്നത് പോലെ തന്നെ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ആണ് ഈ വെച്ചേക്കുന്നത്. പല പല ഷേപ്പിലുള്ളതുണ്ട്. ഇത് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ചില ലോലിപോപ്പ് ഒക്കെ പോലെ ഇരിക്കുന്ന കേട്ടോ. ഡോണറ്റിന്റെ ഷേപ്പ് ഉണ്ട്, ഇതേ ചോക്ലേറ്റിന്റെ ഷേപ്പിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോലിപോപ്പിന്റെ ഷേപ്പിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പം കണ്ടതാണ് ഗിനി പിഗിന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. ഡ്രൈഡ് വേംസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് ഏകദേശം ഒരു 6 യൂറോയാണ് റേറ്റ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്. ഇതെല്ലാം എലികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ്. ഇരിപ്പുണ്ട് കേട്ടോ, 2 എണ്ണം ഉണ്ട് അവിടെ. ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടേ, പുല്ല് കഴിക്കുവാണേ. സെറ്റപ്പ് നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലേ കൂട്. വേറെ ഉണ്ട്. ഈ കാണുന്നത് ഗിനി പിഗ് ആണ്. കണ്ടിട്ടൊരു ടോയ് പോലെയാണ് കേട്ടോ തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ.
ഈ ഒരാള് ഭയങ്കര ബിസിയിലാണേ. ഇത് ഗിനിയാപ്പിക്കാണ്. നല്ല ഭംഗിയുണ്ട് ഇതിനൊക്കെ. ഈ ഒരു കിളികളുടെയൊക്കെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ 150 130 യൂറോ ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ആ ഒരു എലികളുടെയും കൂടി കാണിച്ചു തരാവേ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ഈ ഒരു എലിക്ക് 25 യൂറോയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു റാബിറ്റിന്റെ ഒക്കെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് 160 90 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു 5:45 കേട്ടോ വാങ്ക്. ഇപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ഉഴുന്നുവടയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്പി ഉഴുന്നുവടയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പൊറോക്ക നല്ല ക്രിസ്പിയാണ്. അപ്പൊ ഇവിടെ ചമ്മന്തിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. കഴിച്ചു നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ, നല്ല ക്രിസ്പി. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാവേ. മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല മസാലയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല മസാലയുടെ ഒക്കെ സ്മെല്ലുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസ് ആണേ. കണ്ടോ? ഈ ഒരു റൈസിന്റെയും റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയേ. ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ കഴിക്കാനായിട്ട് ഞാൻ ഈ ഒരു ഫിഷ് ആണ് ഗ്രില്ല് ചെയ്തെടുത്തത്. ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആണ് കഴിക്കാൻ. ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.